ഇന്ന് മാലയിട്ട് സേവ് ആയവരെ സ്വീകരിക്കാനായിട്ട് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ജിൻഡോയെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് മുടിയൻ നമ്മുടെ ശ്രീരേഖയുടെ ചെവിയിൽ പോയി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ജിൻഡപ്പനാണ് സേവ് ആയിട്ടുള്ളത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് അവിടെ നമ്മുടെ ശ്രീരേഖ മറുപടിയായിട്ട് പറഞ്ഞത്. സിജോ വരുന്നത് വരെ ജിൻഡോയുടെ ഒപ്പമായിരുന്നു. സിജോ വന്നപ്പോൾ നൈസിനെ കാല് മാറി. പ്രത്യേകിച്ച് പവർ ടീമിൽ കയറിയതിന് ശേഷം തന്നെ കാല് മാറിയായിരുന്നു. അതൊക്കെ അവരുടെ ഗെയിമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ നമ്മുടെ മുടിയൻ ഇന്ന് ഒരു പ്രൊമോയിൽ നമ്മൾ കണ്ടു നാളെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ജിൻഡോയുടെ കൂടെയാണ്. കഴിഞ്ഞ 2-3 ദിവസം ലൈവ് കണ്ടവർക്കറിയാം ശ്രീരേഖ നന്നായിട്ട് ജിൻഡോയ്ക്കെതിരെ മുടിയൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും സക്സസ് ആവുന്നു എന്ന് തന്നെ പറയാം. നാളെ മുടിയൻ ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ജിൻഡോ വല്ല മണ്ടത്തരം പറഞ്ഞിട്ടാണോ മുടിയൻ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ശ്രീരേഖ നന്നായിട്ട് ശ്രമിച്ചിരുന്നു ജിൻഡോയ്ക്കെതിരായിട്ട് മുടിയനെ തിരിക്കാൻ വേണ്ടി. അതിലൊരു പരിധി വരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. എന്തായാലും നാളത്തെ ഫൈറ്റ് നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ന്യായമെന്നത്. വേറൊരു കാര്യം പക്ഷേ ഞാൻ പറയാം, ശ്രീരേഖ ഗെയിം കളിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്കിട്ടൊരു വീഡിയോയിലും പറഞ്ഞു, ശ്രീരേഖ അവിടെ മാനിപ്പുലേറ്റിംഗ് ഗെയിം കളിക്കുന്നുണ്ട്. അത് നല്ലതാണ്, ഗെയിം കളിക്കട്ടെ. വെറുതെ വാഴയായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഗെയിമിലേക്ക് ഇറങ്ങുന്നതാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർ ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ജിൻഡോയ്ക്കെതിരായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്, അതും നല്ലതാണ്. ഒരു സ്ട്രോങ് പ്ലെയറിനെതിരെ കളിക്കാൻ തോന്നുന്നതും നല്ലതാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ സേവ് ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവിടെ ശ്രീരേഖ പറയുന്നത്. എന്തായാലും നാളത്തെ ഫൈറ്റിന്റെ പിന്നിൽ ശ്രീരേഖയ്ക്ക് കൃത്യമായൊരു പങ്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മുടിയൻ്റെ ഒപ്പം ശ്രീരേഖ അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. തൽക്കാലം ബൈ.